ഫോറൻസിക് സയൻസും ഈ കേരള പോലീസിലെ ഈ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട സയന്റിഫിക് ഓഫീസർ എന്ന തസ്തികയും നമ്മൾ കണ്ടു. അതിൽ ഈ PSC നോട്ടിഫിക്കേഷനിൽ പറയുന്നത് MSc ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി പഠിച്ചവർക്ക് അതിന് അപ്ലൈ ചെയ്യാം. അതിനു പുറമെ MPhil ഉണ്ടെങ്കിൽ അവർക്ക് മുൻഗണന എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫോറൻസിക് സയൻസ് പഠിച്ചിറങ്ങുന്നവർ എങ്ങോട്ട് പോകും എന്നുള്ള ചോദ്യം ബാക്കിയാണ്. അങ്ങനെ വലിയ തോതിലുള്ള ആശങ്ക. അത് മാത്രമല്ല, ഈ ക്രൈമുകൾ നടക്കുമ്പോൾ അതിൻ്റെ കൃത്യമായ ക്രൈമുകൾ കണ്ടെത്തുന്നതിൽ ഈ സയന്റിഫിക് ഓഫീസർമാർക്ക് പങ്കുണ്ട്. പക്ഷേ അവിടെയൊക്കെയും ഇത്തരത്തിൽ ഫിസിക്സോ കെമിസ്ട്രിയോ പഠിച്ചിറങ്ങി അതിനുശേഷം അവർക്ക് സാങ്കേതികമായി മാത്രം കിട്ടുന്നൊരു ട്രെയിനിങ്ങിൽ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ അവർ ട്രെയിൻ ചെയ്ത് പിന്നീട് അത് ആ ജോലി പഠിച്ചു വരുന്നതിനേക്കാൾ ഫോറൻസിക് സയൻസ് പഠിച്ചവരെ പരിഗണിക്കണം എന്നുള്ള ആവശ്യം പല ഘട്ടങ്ങളിലായി വരുന്നതാണ്. പക്ഷേ ആ ആവശ്യങ്ങളൊക്കെ ഈ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാത്തതുകൊണ്ട് അല്ലെങ്കിൽ റൂൾസ് ഭേദഗതി ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ തന്നെ ഒതുങ്ങുന്നു. അവിടെ വെട്ടിലാകുന്നത് ഫോറൻസിക് സയൻസ് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളാണ്. DGP ഓഫീസിലേക്ക് ഇന്ന് അത്തരം വിദ്യാർത്ഥികൾ ഒരു പ്രതിഷേധ സമരം നടത്തുകയുണ്ടായി. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനൊരു സമരം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയത്? എന്താണ് പ്രധാനമായും നിങ്ങൾ ഉന്നയിക്കുന്ന ഒരു ആവശ്യം? നമസ്കാരം. സത്യം പറഞ്ഞാൽ 2019 നമ്മുടെ DGP ആയ ലോക്നാഥ് ബെഹ്റ സാറ് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണുണ്ടായത്. അതായത് നമ്മുടെ ക്രൈം റേറ്റ് കൂടി വരുന്നു, അപ്പം ഈ ഒരു ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ കുറച്ചുകൂടെ സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസുകളും അങ്ങനെ ജസ്റ്റിസ് കൊടുക്കാൻ വേണ്ടി ഒരു കാര്യത്തിന് വേണ്ടി MSc ഫോറൻസിക് സയൻസ് എന്ന് പറഞ്ഞ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു റിക്വസ്റ്റ് കൊടുക്കുകയും അതിന് മറുപടിയായിട്ട് അവരൊരു NOC നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഈ ഒരു കോഴ്സ് തുടങ്ങിക്കോളൂ, ഞങ്ങൾക്ക് സമ്മതമാണ് എന്നുള്ള രീതിയിലാണ് ഈ കോഴ്സ് തുടങ്ങിയത്. അത് തുടങ്ങിയത് കേരള പോലീസ് അക്കാഡമിയിലും MESലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അണ്ടറിൽ തുടങ്ങി. പിന്നെ അതിനുശേഷം ഒരു ക്യാബിനറ്റ് മീറ്റിങ്ങും എല്ലാം വിളിച്ച് കുസാറ്റിലും ഈ കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ഇത് 2020 നടന്ന സംഭവമാണ്. ഇത് 2024 ഓൾമോസ്റ്റ് 5 വർഷമായി. ഇപ്പോഴും ഈ MSc ഫോറൻസിക് സയൻസ് സ്റ്റുഡൻസിന് ഫോറൻസിക് ഓഫീസറായിട്ടുള്ള ജോലിക്ക് പരീക്ഷ എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് എനിക്കറിയില്ല. നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്സ് അല്ലെ കെമിസ്ട്രി അല്ലെ ബയോളജി പഠിച്ചവർക്ക് PSC എഴുതി പിന്നെ ഒരു വർഷത്തെ ഫോറൻസിക് ട്രെയിനിങ് കൊടുത്തിട്ടാണ് അവർ ആ ജോലിക്ക് കയറ്റുന്നത്. അതും സർക്കാരിന് വേറൊരു അധിക ചിലവാണ്. നമ്മളാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ആ ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല. 2 വർഷമായിട്ട് നമ്മൾ അത് തന്നെയാണ് പഠിക്കുന്നത്. അതുമല്ല, ഈ ബാക്കി സയൻസ് പഠിച്ചവർക്ക് വേറെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഫോറൻസിക് പഠിച്ചവർ നമ്മുടെ ഓപ്പർച്യൂണിറ്റി നാരോ ആണ്. ഈ ഒരൊറ്റ പോസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളൂ, നമുക്ക് ജോലിയായിട്ടുള്ളൂ. അത് എഴുതാൻ PSCയിൽ നമ്മളെ മാത്രം എടുക്കണമെന്നോ അല്ലെങ്കിൽ നമുക്ക് പ്രിഫറൻസ് കൊടുക്കണമെന്നോ ഒന്നും പറയുന്നില്ല. ആ ഫിസിക്സ്/കെമിസ്ട്രി/ബയോളജി ഇപ്പുറത്തെ സ്ലാഷിൽ ഒരു ഫോറൻസിക് സയൻസ് ഇൻക്ലൂഡ് ചെയ്താൽ മതി. അതിവർ ചെയ്യുന്നില്ല. ഒരുപാട് നാളായിട്ട് മന്ത്രിമാരുടെ പുറകെയും MLA മാരുടെ പുറകെയും ഈ ഒരു കാര്യം കാരണം ഒരുപാട് പേര് നടന്നിട്ടുണ്ട്. അവർ പരിഗണിക്കാം എന്ന് പറഞ്ഞ് 5 വർഷമായിട്ട് ഇവർ പരിഗണിച്ചുകൊണ്ടിരിക്കുക. ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അപ്പം ഞങ്ങളുടെ ഒരു ടോളറൻസ് ലെവൽ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളിതൊരു സമരം ഒരുപാട് രീതിയിൽ നമ്മൾ നിവേദനങ്ങളൊക്കെ കൊടുത്ത് മന്ത്രിമാരുടെ പുറകെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഒന്നും നടന്നിട്ടില്ല. അതാണ് ഞങ്ങൾ അവസാനം ഈ ഒരു സമരം ഇവിടം വരെ എത്താനുള്ളൊരു കാരണമുണ്ട്. ഇപ്പോൾ നിങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് DGP ഓഫീസിലേക്ക് 4 പേര് പോയിട്ടുണ്ട്. എന്താണ് DGPയെ കണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്? DGPയെ കണ്ട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ DGPയുടെ ശുപാർശ പ്രകാരമാണല്ലോ ഈ ഒരു കോഴ്സ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു കോഴ്സിലേക്ക് നമ്മളിപ്പോൾ ഓൾറെഡി ഒരുപാട് ബാച്ചുകൾ പഠിച്ചിറങ്ങി കഴിഞ്ഞു. ഒരു 80ഓളം ആൾക്കാർ ഓൾറെഡി പഠിച്ചിറങ്ങി നിൽക്കുന്ന ഈ സാഹചര്യത്തിലും നമ്മളെ PSCയിലേക്ക് ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ അതിന് എന്ത് മാറ്റമാണ് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത് നമുക്കൊന്ന് അറിയണമായിരുന്നു. അപ്പോൾ അതിനുകൊണ്ട് DGPയോട് കണ്ട് കാര്യം പറയാനായിട്ടാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. ഈ സാധാരണഗതിയിൽ നിങ്ങളുടെ സീനിയേഴ്സൊക്കെ ഉണ്ടല്ലോ, അവർ പഠിച്ചിറങ്ങി കേരളത്തിൽ ജോലി കിട്ടാതെ പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിനെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? നമുക്ക് നമ്മുടെ ആഗ്രഹം തന്നെ നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കഷ്ടപ്പെട്ട് പഠിക്കുന്നത്, ഇവിടെ തന്നെ നിൽക്കുന്നതും. അത് നമ്മുടെ ഒരു യൂത്തിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് കേരളത്തിന് പുറത്തോട്ട് പോകുക അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോട്ട് പോകുക നമുക്ക് സാധ്യതകളില്ല, അവർ തരുന്നില്ല നമുക്ക്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മറ്റു ഉദ്യോഗാർത്ഥികളോട് മാറി നിൽക്കാൻ പറയുന്നില്ല. അല്ലെങ്കിൽ അവരും കൂടി നമ്മളും കോമ്പീറ്റ് ചെയ്തോളാം അവരൊപ്പം. ഒരു സ്ലാഷ് കിട്ടി ഫോറൻസിക് സയൻസ് കൂടി ഉൾപ്പെടുത്തണം എന്ന് മാത്രമാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് മാത്രമാണ് ഞങ്ങളുടെ ആവശ്യവും. അപ്പോൾ അതിന് ഞങ്ങളെ പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി 5 വർഷത്തോളമായി. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു കോഴ്സിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇത്ര പേരുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യമാണ്. ഒരു ജോലി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ സ്വപ്നമാണ്. അപ്പം അതിന് ഒരു വലിയൊരു ചോദ്യചിഹ്നമാണ് ഇങ്ങനെ നിൽക്കുമ്പോൾ. പഠിച്ചിറങ്ങിയിട്ടും അവർക്ക് കേരളത്തിൽ ജോലി ചെയ്യാൻ പറ്റുന്നില്ല. പല ഘട്ടങ്ങളായി നമ്മൾ ചർച്ച ചെയ്തതാണ്. വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്നു, സംസ്ഥാനത്തിനും രാജ്യത്തിനും ഒക്കെ പുറത്തേക്ക് പോകുന്നത് ചർച്ച ചെയ്തതാണ്. അവിടെയാണ് ഇങ്ങനൊരു വളരെ ഗൗരവത്തോടു കൂടി വിദ്യാർത്ഥികൾ ഇങ്ങനൊരു വിഷയം ഉന്നയിക്കുന്നത്.